പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരോട് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ആശ്രയ സമ്മാന പെരുമഴ എന്നാൽ എന്താണ് എന്ന് എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും. ഭവനരഹിതരായ 100 പേർക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതിയാണ് ആശ്രയ സമ്മാന പെരുമഴ. ഈ പദ്ധതി ജീവകാരുണ്യ പ്രവർത്തനത്തോടൊപ്പം നിങ്ങൾക്കും സമ്മാനം നേടാനുള്ള ഒരു സുവർണ അവസരമാണ്. 500, 1000, 1500, 5000, 10000 രൂപയ്ക്കാണ് കൂപ്പൺസുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് 500 രൂപയ്ക്കാണെങ്കിൽ 2 ടോക്കൺസിന് പകരം ഇപ്പോൾ ലഭിക്കുന്നത് 5 ടോക്കൺസും, 1000 രൂപയ്ക്കാണെങ്കിൽ 5 ടോക്കൺസിന് പകരം ഇപ്പോൾ 10 ടോക്കൺസും, 1500 രൂപയ്ക്കാണെങ്കിൽ 7 ടോക്കൺസിന് പകരം 15 ടോക്കൺസും, 5000 രൂപയ്ക്കാണെങ്കിൽ 25-ന് പകരം 50-ഉം, 10000 രൂപയ്ക്കാണെങ്കിൽ 50-ന് പകരം 100 ടോക്കൺസുമാണ് നിങ്ങൾക്കിനി ലഭിക്കാൻ പോകുന്നത്. ഈ സുവർണ അവസരത്തിൽ നിങ്ങൾക്കും പങ്കാളികളാവാം. അതിനുവേണ്ടി ടോക്കൺസുകൾ എടുത്ത് ആശ്രയ സമ്മാന പെരുമഴയുടെ ഭാഗമാകൂ. അപ്പോൾ ഇന്നത്തെ മത്സരാർത്ഥികൾ കണ്ടിട്ട് നല്ല വൈബൊക്കെ ഉണ്ട്. എനിക്കൊത്ത ആൾക്കാരാണെന്നാണ് തോന്നുന്നത്. നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. എന്താ പേര്? ശ്രീരത്ന. എന്ത് ചെയ്യുന്നു ഇപ്പോൾ? നമ്മളിപ്പോൾ പോസ്റ്റിങ്ങിന് വന്നിട്ടല്ല RCCയിലെ BSML ടീം. ഓക്കെ, എവിടെ സ്ഥലം? നമ്മൾ കോഴിക്കോടുണ്ട്, പല സ്ഥലങ്ങളാണ്. മാനസി കണ്ണൂർ, അനഘ കണ്ണൂർ, മായ പാലക്കാട്, അശ്വതി കോഴിക്കോട്, അഞ്ജന മലപ്പുറം, അബിൻ മലപ്പുറം. അപ്പോൾ നമുക്ക് എന്താണ് ഈ പ്രോഗ്രാമിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. 10 ക്വസ്റ്റ്യൻസ്, കുസൃതി ചോദ്യമാണ്. കുസൃതി ചോദ്യങ്ങളൊക്കെ അറിയാമല്ലോ അല്ലേ? അറിയാം. എന്തായാലും ഞാൻ ഒരുപാട് ക്ലൂസൊക്കെ തരും. ക്ലൂസിനനുസരിച്ച് നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റും. 20 സെക്കൻഡിനുള്ളിൽ അറിയാവുന്ന ആൻസർ അങ്ങ് പറയുക. കൂടുതൽ ആരാണോ പറയുന്നവരാണ് വിജയി. ഓക്കെ, അത്രയേ ഉള്ളൂ. എന്താ കണ്ണുവിടാതിരിക്കാൻ ഒരു ആൻതരി മാത്രം? ഒരെണ്ണേ ഉള്ളൂ അല്ലേ? നാട്ടിലേക്ക് പോയതാ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കുളത്തിലിരുന്ന് വാല് കൊണ്ട് വെള്ളം കുടിച്ചു ആരാണ്? ഇതൊരു പ്രയോഗം മാത്രമാണ്. നമ്മൾ വൈകുന്നേരം 6 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്, എല്ലാ മതപരമായിട്ട്. എന്താ? കിണ്ടിയല്ല. കുളത്തിലിരുന്ന് വാല് കൊണ്ട് വെള്ളം കുടിച്ചു. അതുമായിട്ട് ബന്ധമുള്ള സാധനം അവിടെ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് പറയും. കിണ്ടി വെക്കുന്നത് എവിടെയാ? എന്തിനാ വെക്കുന്നത്? വെള്ളം കോരാൻ. വിളക്ക് കത്തിക്കാൻ. വിളക്ക് കത്തിക്കുന്ന തിരി. വിളക്ക് തിരി. ആൻസറാണ് പറഞ്ഞത്. എനിക്കൊരു ക്ലൂ വന്നപ്പോൾ ഞാൻ ആൻസർ അങ്ങ് പറഞ്ഞു. എന്തായാലും ഒരു പോയിന്റ് കിട്ടി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കുപ്പായം ഊരി കിണറ്റിൽ ചാടി ആര്? കുപ്പായം ഊരി കിണറ്റിൽ ചാടി ആര്? കുപ്പായം ഊരുന്നത് ഒരു സാധനം. കിണർ എന്തായാലും നമ്മളെ വായാണ്. പഴം കഴിക്കുന്നത്. കുപ്പായം ഊരിയിട്ടില്ല നമ്മളെ വായെന്ന കിണറ്റിലോട് ചാടുന്നത്. ഓക്കെ, കറക്റ്റ് ആൻസറാണ്. അതെന്താടേ അവക്ക് മാത്രം നിങ്ങൾ ഇത്രയും ക്ലാപ്പ് കൊച്ചു പറഞ്ഞപ്പോൾ നിങ്ങൾ ക്ലാപ്പ് കൊടുക്കാതെ? ഓ, ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് പറയുമെന്ന് നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അങ്ങനെയുള്ള ആൾ പറയുമ്പോഴത്തേക്ക് ഒരു ക്ലാപ്പ്. കൂടുതൽ ആളാവണ്ട. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കുളിക്കാൻ പോകുമ്പോൾ കുഴഞ്ഞിരിക്കും, കുളിച്ചു വരുമ്പോൾ നിവർന്ന് ആര്? പപ്പടം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 4ാമത്തെ ക്വസ്റ്റ്യൻ. കൂടിയാലും കുറ്റം കുറഞ്ഞാലും കുറ്റം എന്താണ്? തടി. തടിയാ? തടി കൂടിയാലും കൂടിയാലും പറയുന്നത് ഇത്രയും വലുതായിട്ട് തടിച്ചിരിക്കുന്നു, കുറഞ്ഞാൽ പറയുന്നു ഇത്ര വലുതായിട്ട് മെലിഞ്ഞു. എന്താ? ഉപ്പ്. ആരാ പറഞ്ഞേ? ഞാൻ ആദ്യം പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ 2 പോയിന്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യം ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു, അതാ 2 പോയിന്റ് എന്ന് പറഞ്ഞേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കൂടെ വന്നവൻ നിറം മാറി ആര്? നമ്മുടെ കൂടെ ജനിക്കുമ്പോഴേ നമ്മളെ കൂടെ കാണും, പക്ഷേ നമ്മുടെ ഏജ് കൂടുന്നതിനനുസരിച്ച് മുടി. ഇവിടെയാണോ ആദ്യം പറഞ്ഞത്? മുടി എന്നിങ്ങനെ. ഓക്കെ, അപ്പോൾ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെയും പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ. കൂകി വിളിച്ച് ഒരുപാട് പേരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന ആര്? തീവണ്ടി. ഓക്കെ, 7ാമത്തെ ക്വസ്റ്റ്യൻ. കൈപ്പടം പോലെ ഇല, കൈവിരൽ പോലെ കായ എന്താണ്? കൈപ്പടം പോലെയാണ് ഇല ഇരിക്കുന്നത്, കൈവിരൽ പോലെയാണ് കായ ഇരിക്കുന്നത്. ഇത് നമ്മൾ വിഴുക്കൊക്കെ വെച്ച് കഴിക്കും, സാമ്പാറിലൊക്കെ ഇട്ട്. ബാക്കിയുള്ളൊരു ആൻസർ പറയുന്നുണ്ട്, അപ്പോൾ കൂടോത്രം ഇല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കൈ പിടിച്ചാൽ ഊന്നുവടി, വായിലിട്ടാൽ കൽക്കണ്ടം. നല്ല മധുരമുള്ളൊരു സാധനമാണ്. സൈലന്റ് ആയിട്ട് ആൻസർ പറയാൻ ഉറക്കം പറയാത്തത്.
3 ക്വസ്റ്റിൻ്റെ ആൻസറായി. ഇവിടെ 2 ക്വസ്റ്റിൻ്റെ ലീഡ് ചെയ്ത് നിൽപ്പുണ്ട് കേട്ടോ ഒരാൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. കൊമ്പൻ കാള ഇഴഞ്ഞിഴഞ്ഞ് പിടിക്കാൻ ചെന്നാൽ കൊമ്പില്ല. കൊമ്പൻ കാളയാണ്, ഇഴഞ്ഞിഴഞ്ഞങ്ങ് പോവും, പക്ഷെ പിടിക്കാൻ ചെല്ലുമ്പോൾ കൊമ്പില്ല. മഴക്കാലത്തൊക്കെ വീട്ടിനകത്തൊക്കെ ചിലപ്പോൾ കയറി വരും, വെള്ളമുള്ള സ്ഥലത്തേക്ക് വരും. പിടിക്കാൻ പോയില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ചുവന്നവൻ കുളിച്ചാൽ കറുക്കും. ആര്? അടുക്കളയിൽ കാണുന്നതാണ്, അടുപ്പിനകത്തൊക്കെ കാണുന്ന ഒരു സാധനം. കരിക്കട്ട. ആൻസർ അതല്ല എങ്കിലും ഓക്കെ, തീക്കനലാണ്. അപ്പോൾ 3 ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞ കുട്ടി എന്താ പേര്? അഞ്ജന. യെസ്. അപ്പോൾ ഇന്നത്തെ വിഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയി ആരാ? നിങ്ങൾ തന്നെ പറയൂ. ഇങ്ങനെ സംസാരിക്കുന്ന ആരാ? ഡോറ. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയ അഞ്ജനയ്ക്ക് നമുക്ക് VMTV ന്യൂസിന്റെ ക്നിസ്റ്റർ ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹോപകാരം നൽകാം. ഇതിൽ എന്ത് സാധനമാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നിങ്ങളിപ്പോൾ എല്ലാവരും ഇത് പൊട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുമെന്ന് എനിക്കറിയാം. എല്ലായിടത്തും ഞാൻ കണ്ടുവരുന്ന സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എന്തായാലും നല്ല വൈബായിരുന്നു. എല്ലാവരും എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ക്യാരക്ടറിനനുസരിച്ച് അവരും ചേരും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇതുപോലെയുള്ള മത്സരാർത്ഥികൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിലെ മത്സരാർത്ഥികളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നല്ല വൈബുള്ള ആൾക്കാരാണ്, എന്നെപ്പോലെയുള്ള ആൾക്കാരാണെന്ന്. പക്ഷേ അതുപോലെ തന്നെയായിരുന്നു ഞാനും അവരോടൊപ്പം കുറച്ച് നേരം എൻജോയ് ചെയ്തത് നന്നായിട്ട്. എന്തായാലും അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് നമ്മുടെ കേരളത്തിൻ്റെ വടക്കോട്ട് താമസിക്കുന്ന 3-4 ജില്ലയിലുള്ള ആൾക്കാരായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഈ പ്രോഗ്രാം എന്നുള്ളത് എൻ്റെ പ്രിയ പ്രേക്ഷകർ കമൻറ്റ് വഴി ഞങ്ങളെ അറിയിക്കുക. മാത്രമല്ല, ഞാൻ എന്നും പറയുന്നത് പോലെ എൻ്റെ കയ്യിലുള്ള കുസൃതി ചോദ്യത്തിൻ്റെ സ്റ്റോക്കൊക്കെ തീർന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുസൃതി ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ചു തന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.